അല്ലല്ല, രാഷ്ട്രീയമായല്ലോ കണ്ടത്, നിരന്തരമായി സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബത്തേരിയിൽ മാത്രം 5 കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത്. 5 കടുവ. ഈ ആന ഇന്നലെ ആ വീടിലേക്ക് അരമതിലും ഗേറ്റും പൊളിച്ച് കയറണം നിങ്ങൾ കണ്ടതല്ലേ? നമ്മളൊന്ന് സങ്കല്പിക്കുക, ആ പ്രദേശത്തെ മനുഷ്യർ എന്ത് ഭീതിയിലാണ് ജീവിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന വീടിന് സമീപമാണ് ഇത്രയും ഒരു പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ, ആളുകൾക്ക് ജോലിക്ക് പോകണ്ടേ, കൃഷിക്കാർക്ക് അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോകണ്ടേ, സ്ത്രീകൾക്ക് പുറത്തിറങ്ങണ്ടേ? മനുഷ്യന് പുറത്തിറങ്ങാൻ പോലും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തത്ര ഒരു ഭീതി നിലനിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നം അതല്ല, ചെറുവിരൽ അനക്കുന്നില്ല. ഈ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വയനാടിൻ്റെ കൂടെ ചാർജുള്ള ആളാണ്. അതേ അങ്ങോട്ട് പോകാനേ ഇല്ല. മാത്രമല്ല, നിങ്ങൾക്കറിയോ, ഇന്ന് നമ്മുടെ ചടങ്ങിൽ വന്നവർ ഒരു ആന രാവിലെ പള്ളി പോകും, ഭാര്യയും ഭർത്താവും കൂടി ബൈക്കിൽ പോകുമ്പോൾ തടുത്ത് നിർത്തി ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ആന ചവിട്ടിക്കൊന്ന അവരുടെ വിധവയാണ് വന്നത്. അവരുടെ കണ്ണീര് കണ്ടോ? ജോലി കൊടുത്തില്ലല്ലോ, ഇപ്പം ജോലി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഇന്നലെ മരിച്ച ആൾക്ക്. അയാളുടെ ആ വിധവയ്ക്ക് ജോലി കൊടുത്തിട്ടില്ല ഇതുവരെ. എത്ര മാസമായി, എത്ര നാളായി അത് കൊടുത്തിട്ട്? ഇപ്പോൾ വേറെ ആളുകൾ വന്നു, കൃഷിയിടങ്ങൾ നശിപ്പിച്ചു പോയത്, വന്യമൃഗങ്ങൾ നശിപ്പിച്ചത്, ഒരു കോമ്പൻസേഷനും കൊടുത്തിട്ടില്ല. വേറൊരു കർഷകൻ്റെ വിധവ കണ്ണീരുമായിട്ടാണ് വന്നത്. എന്താണ്? 5000 വാഴ വെച്ചു, 5000 വാഴയും പന്നിക്കൂട്ടങ്ങൾ വന്ന് നശിപ്പിച്ചു. 1 രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. 7000 പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. കഴിഞ്ഞ ഡിസംബർ വരെയുള്ള 9 മാസത്തിൽ 85 പേര് മരിച്ചു. 2016 മുതൽ മരിച്ച ആളുകളുടെ എണ്ണം 909 7000-ഓളം പേർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. ഈ ബജറ്റിൽ വെച്ചിരിക്കുന്നത് എന്താ? 48 കോടി. 48 കോടി രൂപയാണ്. ഇതുവരെയുള്ള 7000 പേർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ സർക്കാർ ഈ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരോട്, കൃഷിയിടങ്ങൾ തകർന്നു പോകുന്നവരോട്, ഇത് ഒരു 10-30 ലക്ഷം പേരാണ് ഈ പെർവ്യൂവിൽ ജീവിക്കുന്നത്. കാരണം നാട്ടിലേക്ക് കൂടി ഇറങ്ങാണ്. അവരുടെ ജീവൽ പ്രശ്നമാണ്. ആ ജീവൽ പ്രശ്നത്തെ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഞങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. അയൽ സർക്കാരുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ സിസ്റ്റം ഉണ്ടാക്കേണ്ടത് ആരാ? ഇവിടുത്തെ മന്ത്രിമാർ പോകണ്ടേ ബാംഗ്ലൂരിൽ? അവിടെ ചെന്ന് സംസാരിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ? പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റാണോ പോകേണ്ടത്? കർണാടകമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ MLA-മാരായ ഇവരാണോ പോകേണ്ടത്? അതിനൊക്കെ മുൻകൈ എടുക്കേണ്ട ആളല്ലേ വനം മന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി. അവർ മുൻകൈ എടുത്ത് ഈ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയെ വിളിച്ച്, ഇവിടുത്തെ വനം മന്ത്രി അവിടുത്തെ വനം മന്ത്രിയായിട്ട് സംസാരിച്ച്, ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയും വനം വകുപ്പ് സെക്രട്ടറിയും കൂടി ബാംഗ്ലൂരിൽ പോയി ചർച്ച നടത്തി ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാകണ്ടേ? അല്ലാതെ കർണാടകത്തിൽ നിന്ന് ആന വന്ന വിവരം സിദ്ധരാമയ്യെ വിളിച്ച് പിണറായി വിജയനോട് പറയണം ഇറങ്ങിയ കാര്യം. അപ്പം ഒന്ന് നമ്മുടെ പ്രശ്നം നമ്മളത് പൊളിറ്റിക്കലൈസ് ചെയ്യല്ല. താങ്കൾ ചോദിച്ചെനിക്ക് മനസ്സിലായി. ഞങ്ങളത് പൊളിറ്റിക്കലൈസ് ചെയ്യല്ല, ഈ നിഷ്ക്രിയമായിരിക്കുകയാണ്. നമുക്ക് അവരുടെ കണ്ണീര് കണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്തൊരു സങ്കടമാണ് മനുഷ്യൻ്റെ, എന്ത് ഭീതിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മരണ ഭയത്തിൽ ജീവിക്കുമല്ലേ. കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങി കളിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലത്തെ സംഭവമാണെങ്കിൽ മുറ്റത്തിറങ്ങി കളിച്ചിരുന്ന 2 കുട്ടികൾ, വീടിൻ്റെ മുറ്റത്തിറങ്ങി കളിച്ചിരുന്ന 2 കുട്ടികൾ തലനാരിൽ രക്ഷപ്പെട്ടത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി ആ ഒരു ഭീതി. ആ സർക്കാരിന് ഒരു കാര്യമില്ല, ഒരു പണിയും ചെയ്യാനില്ല. അത് ശരിയാണോ? അത് ഞങ്ങളല്ല അതിനെ എതിർക്കേണ്ടത്. സർക്കാരിനെ ക്രിയാത്മകമാക്കേണ്ട ജോലിയല്ലേ ഞങ്ങൾ. അതേ പറഞ്ഞുള്ളൂ. ഈ ആന ഇവിടേക്ക് കടന്നിരിക്കുന്നത് അറിയാലോ, അറിയിച്ചു. 1 മാസമായിട്ട് അറിയാം ഈ ആന ഇവിടെ ഉണ്ടെന്ന് അറിയാം. സംസ്ഥാന വനം വകുപ്പിനെ അറിയാം. അല്ലാതെ ഇന്നലെ ഈ ആളെ ചവിട്ടി കൊന്നപ്പോഴല്ല ഈ ആന ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. ഈ ആന ഇവിടെ ഉണ്ടെന്ന് അറിയാം. അത് ഒരു പരിശോധന നടത്തിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു ആന ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് സംസ്ഥാന വനം വകുപ്പ് അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടില്ലേ സംസ്ഥാന സർക്കാർ അപ്പോൾ വിളിക്കണ്ടേ അവിടെ? അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇവരൊന്നും ചെയ്യുന്നില്ല. അല്ല, അവിടേക്ക് ഇവിടെ ഒന്നും ചെയ്യും. ഞങ്ങൾക്ക് ഇതറിയാലോ. ഇവരെല്ലാം നിങ്ങൾ IC ബാലകൃഷ്ണൻ കടുവ ഇറങ്ങിയതിനെ കുറിച്ച് അസംബ്ലിയിൽ സംസാരിച്ചപ്പോൾ നിങ്ങളെടുത്തൊന്ന് കാണണം. വനം വകുപ്പ് മന്ത്രിയുടെ മറുപടി നിങ്ങളൊന്ന് കാണണം. ഒരു നിയോജക മണ്ഡലത്തിലാണ് 5 കടുവ ഇറങ്ങിയേക്കുന്നത്. ആ ജനപ്രതിനിധിയുടെ ടെൻഷൻ എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. പിന്നെ ഈ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? നഷ്ടപരിഹാരം കിട്ടാത്തതുകൊണ്ടാണ് ആ കർഷകൻ ആത്മഹത്യ ചെയ്തത്. അല്ല, ഞങ്ങൾ നാളെ കൊണ്ടുവരികയാണ് നിയമസഭയിൽ ഈ വിഷയം. നമ്മളിപ്പോൾ
ഇത് ഏറ്റവും ഗൗരവത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ വയനാട്ടിൽ എത്രയോ സമരങ്ങൾ നടത്തി, അറ്റൻഷന് വേണ്ടിയിട്ട്. ചോദിച്ചു നോക്ക്, ഞാൻ തന്നെ പങ്കെടുത്ത സമരങ്ങൾ നടന്നു. കാരണം എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബജറ്റ്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. ഇതൊരു പ്രയോറിറ്റി ഇഷ്യൂ ആണ്. നിങ്ങൾ അവിടെ പോകുമ്പോൾ നമ്മളൊക്കെ ഈ ഭീതി ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആളുകളാണ്. അവിടെ ചെല്ലുമ്പോൾ ആളുകൾ വെറുതെ കൂടിയിട്ട് ഇത്ര വയലൻ്റ് ആവുമോ? അവരുടെ മനസ്സിലുള്ള മരണഭയമാണ്. അവർ ഈ MLA കാണുമ്പോഴും അധികാരികളെ കാണുമ്പോഴും ആളുകൾ വല്ലാതെ വൈകാരികമായി പ്രതികരിക്കുന്നത് പേടികൊണ്ടാണ്. അതാണ് വേറെ എന്താ. കറക്റ്റ്, താങ്കൾ ചോദിക്കുന്ന ചോദ്യം കറക്റ്റാണ്. ഇതൊരു സിസ്റ്റം ഉണ്ടാക്കണ്ടേ, ഒരു മെക്കാനിസം. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ദീർഘകാല അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ഷോർട്ട് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വൈൽഡ് ലൈഫ് ആക്ട് അമെൻഡ് ചെയ്യണമെന്നും വലിയൊരു അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ തയ്യാറാണ് പറയാം. വൈൽഡ് ലൈഫ് ആക്ടിന് കാലാനുസൃതമായ മാറ്റം വരുത്തണം. പഴയ പോലത്തെ ഒരു കാലമല്ല, അത് മാറണം. അങ്ങനെ എന്തെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റും, ഇല്ലെ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും. അവർക്ക് ഈ പ്രശ്നം വരുമല്ലോ ചില സീസണിൽ. അവിടെ ആയിരിക്കും ചിലപ്പോൾ തീറ്റേണ്ടാകുന്നത്. തീറ്റ തേടി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ ആനക്കൂട്ടങ്ങൾ പോകുന്ന സമയത്താണ് ചിലപ്പോൾ ഈ ആനത്താരകൾ മുറിഞ്ഞും വഴികളിൽ ആളുകളുടെ ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടൊക്കെ വഴിതെറ്റി നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ചിലപ്പോൾ ജല ദൗർലഭ്യമായിരിക്കും, ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യമായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഓരോ സീസണിലും ഈ ആനക്കൂട്ടങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കർണാടകത്തിലേക്കും പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. ഇപ്പോൾ ഒരു ഏപ്രിൽ മാസമാകുമ്പോൾ കർണാടകയിലെ ഒരു ബോർഡറിൽ ഒരുപാട് ആനകൾ വന്ന് കൂടുന്ന സമയമുണ്ട്. ഒരു പ്രത്യേക പുല്ല് വളരുന്ന സ്ഥലം, ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഇതൊരു ഒരു ജൈവ സൈക്കിളല്ലേ ഇത്.